വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിമോട്ട് ജോബിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അക്കൗണ്ടൻ്റായിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് 20,000 രൂപ തൊട്ട് 25,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു കിടലനായിട്ടുള്ളൊരു ജോബ് വെക്കൻസി വന്നിട്ടുണ്ട്. ആ ജോബിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഒരുപാട് പേര് കൊമേഴ്സൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ജോബിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ അവരുടെ ഇപ്പം ജോബിൻ്റെ വേക്കൻസി വന്നിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒന്ന് അന്വേഷിക്കുക. ഗൂഗിൾ വഴിയാണെങ്കിലും ഫ്രണ്ട്സ് വഴിയോ റിലേറ്റീവ്സ് വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, എക്സ്പീരിയൻസും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു അക്കൗണ്ടിൻ്റെ ജോബ് വേക്കൻസിയാണ്. ഇൻഫ്രാ ടെക്നിക് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി, കേരള. അതാണ് അഡ്രസ്സ് വരിക. റിമോട്ട് ജോബാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി കിട്ടുക 20,000-നും 25,000-നും ഇടയ്ക്കാണ്. ജോബ് ടൈപ്പ് പെർമനൻറ്റ് ജോബാണ് നമുക്ക് വരുന്നത്. ഫുൾ ടൈം ജോബാണ്. വർക്ക് ഫ്രം ഹോം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിവിടെ 2 വർഷം അല്ലെങ്കിൽ 2 or 5 അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. എൻഷുറിങ് ആക്യുറൻസി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡിംഗ് ഇൻക്ലൂഡിംഗ് റെക്കോർഡ് ട്രാൻസാക്ഷൻ റീകൺസിലേഷൻ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് ജേർണൽ എൻട്രീസ്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് കോമണായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ ചെയ്യുക, ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം, റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണം, ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മാനേജിങ് ഇൻവോയ്സ്, പേയ്മെൻറ്റ് ആൻഡ് കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്, മോണിറ്റൈസ് അക്കൗണ്ട് റിസീവബിൾ ആൻഡ് ഫോളോ അപ്പ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും കമ്പനിക്ക് കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണെന്നും അതുപോലെ തന്നെ ഇൻവോയ്സും പേയ്മെൻറ്റും റിസിപ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പ്രിപ്പയറിങ് ബാലൻസ് ഷീറ്റ് നമ്മൾ മന്ത്ലിയും വർഷാവസാനമൊക്കെ എന്ത് ചെയ്തിരിക്കണം, മാസാവസാനമൊക്കെ നമ്മൾ പ്രിപ്പയറിങ് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ റീകൺസിലേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് കമ്പനി റെക്കോർഡ്സ്, എൻഷുർ അക്യുറൻസി ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. കമ്പനിയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ റീകൺസിലേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അസിസ്റ്റൻറ്റ് വിത്ത് ടാക്സ് ഫില്ലിംഗ് ആൻഡ് എൻഷുറിങ് കംപ്ലീറ്റ്സ് വിത്ത് റെലവൻറ്റ് ടാക്സ് റെഗുലേഷൻസ്. അപ്പം കമ്പനിയിലെ ടാക്സ് റെഗുലേഷൻസ്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പെർഫോം GST ആൻഡ് TDC ഫില്ലിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് എൻഷുർ ടൈംലി കംപ്ലയൻസ് വിത്ത് റെലവൻറ്റ് ടാക്സ് റെഗുലേഷൻസ്. അപ്പം റെലവൻ്റ് ആയിട്ടുള്ള ടാക്സ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ GSTയും TDCയും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും GST മസ്റ്റാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ബോധവാനായിരിക്കണം. എത്ര പെർസെൻറ്റേജ്, 5%, 12%, 18%, അങ്ങനെയൊക്കെയല്ലേ GST വരുന്നത്. അപ്പോൾ ആ ഒരു GSTയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയിൽ മാസാവസാനവും വർഷാവസാനമൊക്കെ GST എത്ര വരും, അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കണം. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം മന്ത്ലി നല്ലൊരു എമൗണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. 20,000, 25,000 റിമോട്ട് ജോബാണ്. അപ്പം വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പം താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജോബ് വേക്കൻസിനെ, അതും അക്കൗണ്ടിങ്ങിൻ്റെ ജോബ് വേക്കൻസിയാണ്. ഒരുപാട് പേര് ഇങ്ങനത്തെ ജോബുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ടാലിയൊക്കെ ഇപ്പം നമ്മൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഈ ടാലി കോഴ്സൊക്കെ പഠിക്കാനായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി ടാലി കോഴ്സൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ 2-5 year എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം
ഏത് ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവരുടെ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അഡ്രസ്സിൽ എന്ത് ചെയ്യുക, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ നമ്പർ ചിലപ്പം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ പോയി അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ ബൈ, സീ യു.